ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഓണം രണ്ടാമത്തെ എപ്പിസോഡാണ് എടുക്കുന്നത്. നമ്മളിന്ന് കടുമാങ്ങ അച്ചാറാണ് തയ്യാറാക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉണക്കമാങ്ങ അച്ചാറോടെ കാണിക്കുന്നുണ്ട്. ഉണക്കമാങ്ങ അച്ചാർ നമ്മൾ നല്ല ഓണം മാങ്ങയൊക്കെ നല്ല വിലക്കുറവിന് കിട്ടുന്ന സമയത്ത് നമ്മൾ മേടിച്ച്, നമുക്ക് മാവൊന്നും ഇല്ലല്ലോ, നമ്മൾ മേടിച്ച് അരിഞ്ഞ് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. അതും കൂടെ ഇട്ട് കാണിക്കുക. കാരണം നമുക്ക് ഈ ഓണ സീസൺ അല്ലെങ്കിൽ മറ്റുള്ള ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ നമുക്ക് മാങ്ങയ്ക്കൊക്കെ നല്ല വില ഉള്ള സമയമല്ലേ. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് മാങ്ങ തയ്യാറാക്കി വെക്കാം. നമുക്ക് ഉണക്കി വെച്ചിരുന്നാലും നമുക്ക് ഇതുപോലുള്ള സന്ദർഭങ്ങൾ നമുക്ക് അച്ചാർ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടെ കാണിക്കുന്ന അച്ചാറിൻ്റെ കൂടെ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളെ ഉണക്കമാങ്ങ അച്ചാറിന് വേണ്ടി നമ്മളുണ്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഉണക്കമാങ്ങ രാവിലെ എടുത്ത് വിനാഗിരിയും ശകലം നല്ലെണ്ണയും കൂടെ ഒഴിച്ച് വെച്ചേക്കുക. അത് കാണിക്കാമേ. അതുണ്ടോ, ഇതിങ്ങനെ കുതിർത്ത് വെച്ചേക്കാം. കാരണം നല്ല ഉണങ്ങിയിരിക്കുന്നില്ല. അപ്പം നമ്മളിതിങ്ങനെ ഇച്ചിരി ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഇതങ്ങ് കുതിർന്ന് ഇതാവും, സെറ്റാവും. എന്നിട്ട് വേണം ഇത് അച്ചാറിടാൻ തുടങ്ങാനേ. അത് റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, 3-4 പച്ചമുളക്. ഇനി നമുക്ക് നല്ലതായിട്ട് നിന്ന് ഇളക്കി ഇഞ്ചിയും വെളുത്തുള്ളി നല്ലോണം ചുമക്കട്ടെ. ഇതിനകത്തേക്ക് ആവശ്യത്തിന് നമ്മളെ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ: മുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി. ഇത്രയും മതി. ഇത്രയും സാധനം നല്ല വെളുത്തുള്ളിയൊക്കെ നല്ല അങ്ങോട്ട് ചുമന്ന് കഴിയുമ്പോൾ നമുക്ക് പൊടികൾ അങ്ങോട്ടിട്ട് പച്ചമണം മാറുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. തീ കുറച്ചിട്ട് വേണേ. ഇച്ചിരി കൂടെ ഒന്ന് നമുക്ക് കടുമാങ്ങ അച്ചാർ ഇടുന്നതിനെക്കാട്ടിലും ഒരു ശകലം കൂടെ ഒന്ന് മൂക്കണം. രണ്ട് ദിവസം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ഈ അരപ്പൊന്ന് മൂത്ത് പോകാതിരിക്കാൻ ഒരു ശകലം വിനാഗിരി ചേർക്കണം. നമ്മൾ മറ്റേതിനകത്ത് വിനാഗിരി ചേർത്ത് വെച്ചു എന്നിട്ടൊരു ശകലം അരപ്പങ്ങ് മൂക്കാതിരിക്കാൻ വേണ്ടി മാത്രം വിനാഗിരി ചേർത്ത് ഇനി നമുക്ക് ഇതിനകത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മാങ്ങ ഇടാം. നമ്മൾ വിനാഗിരിയും നല്ലെണ്ണയും കൂടെ ഒഴിച്ച് കുതിർത്ത് വെച്ചിരിക്കുന്ന ഉണക്കമാങ്ങ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതേ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി, തീ കുറച്ചിട്ട് വേണം, തീ കൂട്ടിയിടരുതേ. തീ കുറച്ചിട്ട് നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് ഇളക്കണം. അപ്പോഴത്തേന് ഈ മാങ്ങ നല്ലപോലൊന്ന് ആവിയിലൊന്ന് ഇതായിട്ട് വരും. ഇനി കട്ടിയൊന്നും കാണത്തില്ല. ഉണക്കലിൻ്റെ ഒന്നും ഉണക്കി വെച്ചേക്കുന്നതിൻ്റെ ഒന്നും അറിയാമല്ലോ. ഇത് ഈ മാങ്ങ അച്ചാർ ഇങ്ങനെ ഇട്ട് വെച്ചാൽ നമുക്ക് കുറേ നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. എന്ന് വെച്ചാൽ പല്ലാകത്തില്ല, പൂക്കത്തില്ല. കാരണം അതിനകത്ത് നമ്മൾ വെള്ളം ഒന്നുമില്ല. മാങ്ങയ്ക്കകത്ത് ഒരു ശകലം പോലും വെള്ളമില്ലാതൊരു നല്ല ഒരു 5-6 വെയിലത്ത് ഉണങ്ങിയതാണ്. അപ്പം ഇതിനകത്ത് ഒരു ശകലം പോലും വെള്ളത്തിൻ്റെ അംശമില്ല. പിന്നെ നമ്മൾ അച്ചാർ ഇടുന്നതിനകത്ത് ഒരു ശകലം പോലും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ചാറ് വേണ്ടുന്നവർക്ക് ഇതിനകത്ത് ഇച്ചിരി ചാറോട് ഒഴിക്കാം കേട്ടോ. ചാറെന്ന് വെച്ചാൽ ഓയിലിൻ്റെ അളവ് കൂട്ടുവോ അല്ലെങ്കിൽ വിനാഗിരിയുടെ അളവ് കൂട്ടുവോ എന്തെങ്കിലും ചെയ്യാം. നമുക്ക് ഇതിനകത്ത് ഒട്ടും ചാറ് വേണ്ട. മാങ്ങയുടെ സീസൺ അല്ലാത്തപ്പോൾ നമുക്ക് മാങ്ങാച്ചാർ കൂട്ടാമല്ലോ, ഉണക്കി വെച്ചിരുന്നാലേ. അതിനുവേണ്ടി തയ്യാറാക്കി വെക്കുന്നതാണ്. അങ്ങനെ അച്ചാർ കണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത മാങ്ങയുടെ സീസൺ ആകുമ്പോൾ ഇങ്ങനെ മാങ്ങയൊക്കെ ഉണക്കി വെക്കുക. അച്ചാറിട്ട് നമുക്ക് തയ്യാറാക്കി വെക്കാം. നമ്മുടെ ഉണക്കമാങ്ങ അച്ചാറിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ ഒരു ശകലം പോലും കട്ടില്ല. ചൂടായിരുന്നു എനിക്ക് തൊടാൻ പറ്റുന്നില്ല. നല്ല ഉണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, നല്ലപോലെ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ ആവുന്നുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള അച്ചാർ. ഇത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് നമ്മുടെ ഓണം വിഭവത്തിൻ്റെ 2ാമത്തെ എപ്പിസോഡാണ് അച്ചാർ, മാങ്ങ അച്ചാറും കടുമാങ്ങ അച്ചാറും ഉണക്കമാങ്ങ അച്ചാറും. എല്ലാവരും നമ്മുടെ ചാനലിൽ കയറി വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റുകൾ അറിയിക്കണം. നമ്മുടെ ഓണത്തിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.